അങ്ങനെ ഫൈനലി നമ്മൾ കേബിൾ കാറിൽ മേലെ എത്തിയിട്ടുണ്ട്. താഴെ കാണുന്ന ഒരു ക്ലൈമറ്റേ അല്ല മേലെ, മൊത്തം വരുന്ന വഴി ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഫുൾ കോടയും അടിപൊളി വ്യൂ. വരുന്ന വഴി ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ടിബറ്റ് എയർപോർട്ട്, അതുപോലെ കോട്ടൂർ ടൗണൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ താഴേക്കൊരു ദുനിയാവും ഇല്ല, മൊത്തത്തിലൊരു വെള്ളം മൂടിക്കിടക്കുന്നത്. പക്ഷെ ഇവിടെ വരുന്ന വഴി മൊത്തം കോടയാണെങ്കിലും ഇവിടെ കോട കുറവാണ്. ഇവിടുന്ന് വേറെ 1-2 മല കാര്യങ്ങൾ കാണാം. നമുക്കിവിടെ വേറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൽപൈൻ കോസ്റ്റർ കയറാനുണ്ട്, അതിന് ടിക്കറ്റ് എടുക്കണം വേറെ. ഇതിൽ നമുക്ക് ഈ ഒരു റോപ്പ് കാറ് മാത്രമേ ഉള്ളൂ. റോപ്പ് കാറും അവിടുന്ന് അങ്ങോട്ട് കോട്ടൂർ സിറ്റിയിലേക്കുള്ള ബസ് ട്രിപ്പും അത് മാത്രമേ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ നേരെ ആൽപൈൻ കോസ്റ്ററാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്ക്, റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെയൊക്കെ ഒരു കഫേ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേലെ വന്നാലും കുറച്ച് നേരം എൻജോയ് ചെയ്തൊരു ഫുഡും വൈബൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. സോ മോണ്ടനിഗ്രോയിൽ വരാൻ പ്ലാനുള്ളവർ കോട്ടൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും റോപ്പ് കാറും അതേപോലെ തന്നെ ഇതും മിസ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ആൽപൈൻ കോസ്റ്റർ ചെയ്യാൻ പോവാണ്. സൺസെറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത്യാവശ്യം ഇപ്പോൾ ഇങ്ങനെ തിരക്ക് വരുന്നുണ്ട്. മേ ബി സൺസെറ്റിൻ്റെ സമയത്തേക്ക് ഇനി ഒരുപാട് പേർക്കാർ വന്ന് ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ദിൽഷാന ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ ടിക്കറ്റ്. 2 പേര് തന്നെ അല്ലേ അത്? 20 euros ആയേ. സോ ഒരാൾക്ക് 10 euro ആണ് ടിക്കറ്റ്, 2 പേർക്കും കൂടെ 20. അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പേടിയുണ്ടോ ദിൽഷാന? പേടിക്കാനൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. എന്നാ സ്കാൻ ചെയ്യും, 2 സിംഗിൾ. ഓക്കെ. I'm waiting for so you guys go. വരണം. താങ്ക് യു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് വന്നിട്ടുണ്ട്. കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ക്യൂ പാലിക്കുക. ഇതൊന്ന് അവിടെ സെറ്റപ്പ് ഉണ്ടാവും. അതൊന്നും എൻ്റെ ബാഗിൽ വെക്ക്. എവിടെയെങ്കിലും അത് കിട്ടാൻ ടൗണിലും. അതിലൊക്കെ ഓട്ടോമാറ്റിക് പോകും. ഇറക്കിറങ്ങുമ്പോൾ നമുക്ക് സ്പീഡാക്കണേ സ്പീഡാക്കാം, സ്ലോ ആക്കണേ സ്ലോ ആക്കാം. ഈ ബാഗ് മാത്രം നോക്കിയത്. സ്പീഡ് വേണോ സ്ലോ വേണോ? നമുക്ക് എന്തായാലും കുഴപ്പമില്ല. അയ്യോ, ക്യാമറ മര്യാദക്ക് വൃത്തിക്ക് പിടിച്ചോട്ടോ. എന്താ നീ ചെയ്തത്? ഞാൻ സ്ലോ ആക്കിയതാ. സ്പീഡ് പോണ്ടേ? നീ എന്താ കഥക്കുന്നു? ബാഗ് സൂക്ഷിച്ചായി.
കേബിൾ കാർ വന്ന് നോക്കി അത് മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും അവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല. ഇതായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് ഞാൻ ഫുൾ വിട്ടിട്ടുള്ള. ഒരു അങ്ങനെ നമ്മൾ ആൽപൈൻ കോസ്റ്ററൊക്കെ ചെയ്ത് കേബിൾ കാറിൽ തന്നെ താഴെ കോട്ടൂരിലേക്ക് തിരിച്ചിറങ്ങാണ്. അതേ പോണം. തിരിച്ച് ഭയങ്കര സ്പീഡിലാണല്ലോ സ്ലോ ആയി. കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ടിവറ്റ് എയർപോർട്ടും ഈ കോട്ടൂർ ടൗണൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ പക്ഷേ കോട്ടുക്കത്തെ കോടം മൂടിയിട്ട് ഒരു തേങ്ങ കാണുന്നില്ല. കാറ്റടിക്കുന്നത് കോടടിച്ച് വരുന്നതായിരിക്കും. അല്ലല്ല, അത് ഈ റോപ്പിൽ വരുത്തുന്നതിൻ്റെ ചെറുങ്ങനെ കോട മാറുന്നുണ്ട്. രസം. പക്ഷെ വെയിൽ വരുമ്പോ അല്ലേ ശരിക്കും കാണാനൊരു ഭംഗി. നമുക്ക് രണ്ടും കിട്ടി ഇങ്ങോട്ട് വരുമ്പോ. എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് താഴെ. എന്തായാലും ഒരുവിധം കോട്ടൂരിൽ വരുന്നവരൊക്കെ ഇത് എടുക്കുന്നുണ്ട് അല്ലേ. ഇവിടെ പക്ഷെ മേലെ എത്തുന്നവരിൽ ചുരുക്കം ആൾക്കാരെ ഇത് എടുക്കുന്നുള്ളൂ ആൽപൈൻ കോസ്റ്റർ. ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ തന്നെ 1-2 ചെക്കന്മാരെ എടുക്കുന്നുണ്ടായിട്ടുള്ളത്. ചുറ്റും മൊത്തം കോട മൂടിയേക്കുന്നതാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കോട. സമ്മതിക്കല്ലോ, ഇതിന്റെ മണ്ടക്കൊക്കെ ഈ തൂണും കാര്യങ്ങളും കൂടുന്നത് സെറ്റപ്പ് ചെയ്ത്. ഇത് ചില സ്ഥലത്തൊക്കെ ഉണ്ട്. മലമ്പുഴയൊക്കെ ഉണ്ട് ഇതുപോലത്തെ റോക്ക് കാർ ഡാമിന്റെ അവിടെ. ഞാൻ ചെറുപ്പത്തിലും കണ്ട് പോയിട്ട് കയറിയിട്ടുണ്ട്. എവിടെ മറ്റേ ടിവറ്റ് എയർപോർട്ടൊക്കെ കാണും. നീ അത് ശ്രദ്ധിച്ചായിരുന്നു വരുമ്പോ? ഇങ്ങോട്ടൊക്കെ വണ്ടി വരും. ഇത് റോഡ് വെട്ടിയേക്കുന്ന തന്നെ ശരിക്കും. പക്ഷെ എനിക്കൊന്നും അവരുടെ ഈ മെയിൻ്റെനൻസ് വർക്കിനുള്ള വണ്ടികൾ മാത്രമേ വരുള്ളൂ അല്ലേ ഇങ്ങോട്ടേക്ക്. പക്ഷെ അപ്പുറത്തെ സൈഡിലേക്ക് നല്ല റോഡാ. ആ റോഡില് മേലെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ കേബിൾ കാർ മേലെ എത്തുന്ന സമയത്ത് അവിടെ സൈക്ലിംഗ് ആക്ടിവിറ്റി, അവിടുന്ന് പിന്നെ ലോസൻ നാഷണൽ പാർക്കിലേക്ക് ഹൈക്കിംഗ്, അങ്ങനത്തെ എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട്. എന്തായാലും ടൂറിസം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അവര്. ഒരാൾ ഒറ്റക്ക് പോകുന്ന നോക്കിയാലും ബോറടിക്കൂലല്ലേ? അത് ഇറങ്ങല്ലേ അതിന്റെ. ആൽപൈൻ കോസ്റ്റർ ശരിക്കും എനിക്ക് ആ വളവ് തിരിഞ്ഞ് താഴേക്ക് സ്പീഡ് പോകുന്നില്ലേ, അത് ഞാൻ ആ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് പേടിയാവുന്ന ചെരിയുമ്പോ. കാരണം കൺട്രോൾ എന്റെ കയ്യിലല്ലേ. ഞാൻ സ്പീഡ് കൂട്ടുന്നുണ്ട്. ഇതേ അങ്ങോട്ട് റൈറ്റ് സൈഡില് കോട്ടൂർ, ബേ ഓഫ് കോട്ടൂര്, കോട്ടൂർ ടൗണ് അതെല്ലാം കാണാൻ പറ്റും. അതാ കാണുന്ന എയർപോർട്ട് ദൂരെ. ആ ബീച്ചിന്റെ അടുത്ത് കണ്ടോ ഒരു ലോങ് റൺവേ, അതാണ് ടിവറ്റ് എയർപോർട്ട്. ഇതാ റൈറ്റ് സൈഡിൽ കാണുന്നത് കോട്ടൂർ ടൗണും കോട്ടൂർ ബേയും. ഫോട്ടോ എടുക്കണോ? ഞാൻ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടോ?